ഗൗരീശങ്കരനന്ദനം ഗണപതിം ദേവം സുരേന്ദ്രാർച്ചിതം വേദൈഃ കീർത്തിതമിഷ്ടദം ഗജമുഖം വിഘ്നേശ്വരം ഭാവയേ. ആശംസേ ശുഭദം പ്രഭാതമധുനാ രമ്യം സഖേ തേ ദിനം ഭൗമാദിപ്തമഹം ച ഹർഷദമിദം സൗഖ്യപ്രദം സർവഥാ. ഇതാണ് ഇന്നത്തെ ശ്ലോകം. ഇനി അർത്ഥവും കൂടി ഒന്ന് പറയാം. ഗൗരീ ശങ്കര നന്ദനം, ഗൗരിയുടെയും ശങ്കരന്റെയും പുത്രനും, അതായത് പാർവതിയുടെയും പരമേശ്വരന്റെയും പുത്രനും, ദേവം ദേവനും, സുരേന്ദ്രാർച്ചിതം ദേവേന്ദ്രനാൽ അർച്ചിക്കപ്പെട്ടവനും, വേദൈഹി കീർത്തിതം വേദങ്ങളാൽ കീർത്തിക്കപ്പെട്ടവനും, ഇഷ്ടതം അഭിഷ്ടങ്ങളെ നൽകുന്നവനും, ഗജമുഖം ആനയുടെ മുഖമുള്ളവനും, വിഘ്നേശ്വരം വിഘ്നങ്ങളുടെ എല്ലാം ഈശ്വരനാണ്, അതായത് വിഘ്നങ്ങളെയെല്ലാം തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നവനും ആയിട്ടുള്ള ഗണപതിം ഗണപതിയെ അഹംഭാവയെ ഞാൻ ധ്യാനിക്കുന്നു. ഹേ സഖേ, അല്ലയോ സുഹൃത്തെ, തേ അങ്ങയ്ക്ക് അധുന ഇപ്പോൾ അഹം ഞാൻ രമ്യം ശുഭദം പ്രഭാതം മനോഹരവും മംഗളങ്ങൾ നൽകുന്നതുമായ പ്രഭാതത്തെയും, ഭൗമാദീപ്തം ചൊവ്വയാൽ നന്നായി ശോഭിക്കുന്നതും, ഹർഷദം സന്തോഷം നൽകുന്നതും, സർവഥാ സൗഖ്യപ്രദം എല്ലാ പ്രകാരത്തിലും സൗഖ്യം നൽകുന്നതും ആയിട്ടുള്ള ഇതം ദിനം ച ഈ ദിവസത്തെയും ആശംസിക്കുന്നു. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത് ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലാണ്. ഇന്ന് ചൊവ്വാഴ്ച മംഗളവാസരം ആയതുകൊണ്ടാണ് ഗണപതി ഭഗവാനെ തന്നെ വന്ദിച്ച് എല്ലാവർക്കും സുപ്രഭാതവും സുദിനവും ആശംസിച്ചത്.